present here. A wonderful learning and a wonderful experience. Thank you. Thank you, ma'am. As is tradition, we will now move to the ceremonial lighting of the lamp. I invite our esteemed dignitaries to come forward for the lamp lighting ceremony, requesting all to rise for the same. Thank you, dignitaries, for lighting the lamp. It is my honor to welcome our chief guest, Dr. Raju Narayana Swamy, IAS, Principal Secretary, Government of Kerala. Dr. Raju Narayana Swamy, popularly known as Kerala's anti-corruption crusader, is an officer of Indian Administrative Service and is currently posted as Principal Secretary to the Government of Kerala. He holds a BTech in Computer Science and Engineering from IIT Madras, LLM from NLU Delhi, and PhD in Law from Gujarat National Law University. He has held several key portfolios, including District Magistrate of 5 District, Agriculture Protection Commissioner, Kerala, and Chairman, Coconut Development Board, India. Dr. Swamy is the winner of the Homi Bhabha Fellowship in Information Technology and Cyber Law. An officer known for his staunch stand against corruption, he is the recipient of Satyendra K. Dubey Memorial Award instituted by IIT Kanpur. A prolific writer and an author of 31 books, he has won the coveted Sahitya Academy Award for his travelogue, Shanti Mantram Muranguna Tarvaril. Without further ado, I invite Dr. Raju Narayan Swamy onto the stage. Sir, please. ആരാധ്യായ അധ്യക്ഷ ഡോക്ടർ രാധ തവനു, ബഹുമാന്യനായ ഗസ്റ്റ് ഓഫ് ഓണർ ഡോക്ടർ എം കെ ജയരാജ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ ബൈജു രാധാകൃഷ്ണൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും വിജ്ഞാനത്തിൻ്റെ പ്രഭാപൂരവും യശോധാവള്യവും വാരി വിതറി ഒരു ശുക്രനക്ഷത്രം എന്ന പോലെ പരിലസിക്കുന്ന ഈ സരസ്വതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. സോഷ്യൽ സയൻസിനെ സംബന്ധിച്ച ഒരു കൊളോക്യത്തിൽ പങ്കെടുക്കാനാണ് ഈ അവസരം ലഭിച്ചത് എന്നത് അക്ഷരാർത്ഥത്തിൽ എൻ്റെ സന്തോഷത്തെ ദ്വിഗുണീഭവിപ്പിക്കുന്നു. നവോത്ഥാന പാതയിലെ കെടാവിളക്കായാണ് സോഷ്യൽ സയൻസ് റിസർച്ചിനെ ഞാൻ കാണുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഇന്ത്യൻ ഭരണഘടനയിലെ ആശയങ്ങൾ പൂർണ്ണമായും സാധൂകരിച്ചുകൊണ്ട്, സേവനം മുദ്രാവാക്യമായും ത്യാഗം ജീവിതവ്രതമായും സ്വീകരിക്കുന്ന നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നൊരു മൂശയായിട്ടാണ് സോഷ്യൽ സയൻസ് പഠനത്തെയും സോഷ്യൽ സയൻസ് ഗവേഷണത്തെയും ഞാൻ കാണുന്നത്. ഉണരിൻ ഉള്ളിൽ ആത്മശക്തി പ്രണയമിഴും സഹജാതരെ തുരിപ്പിൻ രണപടഹമട്ടിച്ച് ജാതിരക്ഷ സണവരിടങ്ങളിലൊക്കെ എത്തി നേർപ്പിൻ എന്ന കുമാരനാശാന്റെ സിംഹനാദത്തിലെ വരികളാണ് ഈ അവസരത്തിൽ എൻ്റെ മനസ്സിൽ മുഴങ്ങുന്നത്.
The Indian society was like a multi-storied building with neither an elevator nor an escalator എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Indian society was a multi-storied building. 10ാം നിലയിൽ ജനിച്ചവൻ 10ാം നിലയിൽ തന്നെ ജീവിക്കും, 10ാം നിലയിൽ തന്നെ മരിക്കും. 2ാം നിലയിൽ ജീവിച്ചവൻ 2ാം നിലയിൽ തന്നെ ജീവിക്കും, 2ാം നിലയിൽ തന്നെ മരിക്കും. ഏറ്റവും താഴത്തെ നിലയിൽ ജനിച്ചവൻ താഴത്തെ നിലയിൽ തന്നെ ജീവിച്ച് മരിക്കും. അതായിരുന്നു ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രത്യേകത. നിങ്ങൾക്കറിയാം, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോർ, ഇങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. ആ സാമൂഹിക വ്യവസ്ഥിതിക്കൊരു മാറ്റം വരുത്തിക്കൊണ്ട് റൈറ്റ് ടു ഈക്വാളിറ്റി എന്ന ആർട്ടിക്കിൾ 14 സമൂഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ക്ഷണിച്ചുകൊണ്ട് സമത്വസുന്ദരമായൊരു ഭാരതം കെട്ടിപ്പടുക്കുവാനുള്ള പ്രയാണത്തിലെ ആദ്യത്തെ ചവിട്ടുപടിയായിരുന്നു ഇന്ത്യൻ ഭരണഘടന. നീതരനെ സമൂഹത്തിലേക്ക് ആ എസ്കലേറ്ററാണ്, ആ എലിവേറ്ററാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന നൽകിയത്. ഏതൊരു വ്യക്തിക്കും നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും സമുന്നതമായ പദവിയിലെത്തുവാൻ ഉതകുന്ന രീതിയിലാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അതിന് രൂപവും ഭാവവും അർത്ഥവും വ്യാപ്തിയും നൽകിയത്. ആ പാവനമായ പാതയിലൂടെ ഇനിയും നമുക്ക് പരശതം നാഴികക്കല്ലുകൾ പിന്നിടാനുണ്ട്. വൈലോപ്പള്ളിയുടെ വരികൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. മുച്ചൂടും മുന്നേറിയും നിന്നൊപ്പം എത്തിയില്ലല്ലോ, അച്ചൂണ്ട് വിരലോളം വളർന്നില്ലല്ലോ നമ്മൾ. പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യം കൈവരിച്ച് നിരവധി സംവത്സരങ്ങൾ കടന്നുപോയിട്ടും ഇന്നും ഈ നാട്ടിലെ നല്ലൊരു ശതമാനം ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നവരാണ്. രമാ ബിജാപുർക്കർ NCAER ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് പറഞ്ഞ വരികൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. വിച്ച് ഇന്ത്യ ആൻഡ് ഹൂസ് ഇന്ത്യ ആർ യു ടോക്കിംഗ് അബൌട്ട്? Which India and whose India are you talking about? There is one India whose proud inhabitants enjoy higher per capita income than Brazil. That includes you and me, the salaried class. There's a larger one that is slightly poorer than Indonesia. But there is also a third one, more than double in size of the sum of the first two, which is almost as poor as Bangladesh. Most Indians do not work in the organized sector. Their well-being cannot be discerned from the subjective data maintained by Indian corporate houses. What makes them spend is a financial misoptimism that something, somewhere, somehow will work out. ഇന്നാട്ടിലെ ആ സാധാരണക്കാരന്, അത്തലുള്ളവനും ഭാരം ചുമക്കുന്നവനും അവശനും ആർത്തനും ആലംബഹീനനും അടങ്ങുന്ന ജനവിഭാഗത്തിന് അത്താണിയായി തീരുന്നവരായിരിക്കണം സോഷ്യൽ സയൻസ് ഗവേഷകർ എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പതരാവിൻ തൻ തലയിണമേൽ മിഴുനീർ ചൊരിയാത്തവരാരും, പതരാവിൽ തലയിണെ പിടിച്ച് പൊട്ടിക്കരയാത്തവരാരെങ്കിലും ഉണ്ടോ? പാതിരാവിൻ തൻ തലയിണമേൽ മിഴുനീർ ചൊരിയാത്തവരാരും, അന്തിയിൽ ദുഃഖത്തിൻ സൗവർണദീപ്തിയെ കണ്ടെത്തിടാത്തവരാരും, ആര്യമറിയിൽ എന്തിനീ നോവിൻ്റെ വീണയും മീട്ടി ഞാൻ നിൽപ്പൂ എന്ന് ചിന്തിക്കുന്ന ഇന്നാട്ടിലെ സാധാരണക്കാരനായ ദരിദ്ര നാരായണന് ഉതകാത്ത ഏതൊരു ഗവേഷണവും കേവലം പൊള്ളയായിരിക്കും. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. പുറം കണ്ണ് തുറപ്പിപ്പാൻ പുലർവേളയിലെത്തുന്ന അംശുമാനെ പോലെ അകക്കണ്ണ് തുറപ്പിക്കുന്നത് ആശാന. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി. ആ വിദ്യാഭ്യാസം കേവലം അക്ഷരാഭ്യാസമോ അക്ഷരജ്ഞാനമോ അക്കങ്ങളുടെ മായാലോകമല്ല. ഒരുവന് ജീവിക്കുവാൻ, ജീവിതായോധനത്തിൽ വിജയവൈജയന്തി പാറിപ്പറപ്പിക്കുവാൻ, സമൂഹത്തിന് വേണ്ടി 4 കാര്യങ്ങൾ ചെയ്യുവാൻ അവൻ്റെ സർവാത്മന സുസജ്ജനാക്കുന്ന സുമധുര മന്ത്രമായിരിക്കണം, മാസ്മര ശക്തിയായിരിക്കണം വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമാനിസം എന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. ഹ്യൂമാനിസം, മനുഷ്യത്വം, അതായിരിക്കണം സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ നട്ടെല്ലും നെടുന്തൂടും. അതായിരിക്കണം സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ അന്തസത്ത. ഹ്യൂമാനിസം, ടോളറൻസ്, അഡ്വഞ്ചർ ഓഫ് ഐഡിയസ്, സെർച്ച് ഫോർ ട്രൂത്ത്. വിദ്യാഭ്യാസം ഒരു സത്യാന്വേഷണ പരീക്ഷണമാണെങ്കിൽ
ആ സത്യാന്വേഷണ പരീക്ഷണത്തിൻ്റെ ശ്രീകോവിലിൽ കൊളുത്തിയ ഭദ്രദീപമാണ്, ലലാട ഫലകത്തിലെ തിലകമാണ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കൊള്ളട്ടെ. Education does not begin with the learning of the alphabet. Education does not begin with the learning of the alphabet. Literacy is not the end of education, nor even the beginning of it. It begins with a mother's look. It begins with a mother's look. ഒരമ്മയുടെ കരുണാമസൃതമായ കടാക്ഷ വീക്ഷണങ്ങൾ. It begins with a mother's look, a father's nod of approbation, a sister's gentle pressure of the hands, a brother's noble act of forbearance. ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ കൂലം കുത്തി ഒഴുക്കിൽപ്പെട്ട് മനുഷ്യത്വവും ദിശാബോധവും നഷ്ടപ്പെട്ടു പോകുന്നൊരു സമൂഹത്തിലേക്ക് ആ ദിശാബോധം ആവാഹിക്കുന്ന രാസത്വരകമായിരിക്കണം, മൃതസഞ്ജീവനി മന്ത്രമായിരിക്കണം സോഷ്യൽ സയൻസ് റിസർച്ച്. IIT-കളെ പോലെ സാങ്കേതിക വിദ്യാഭ്യാസത്തിലെ ഏറ്റവും മുന്തിയ സ്ഥാപനങ്ങളിൽ പോലും സോഷ്യൽ സയൻസ് പഠന വിഷയമാക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നല്ല. വാട്ട് സൺഷൈൻ ഈസ് ടു ഫ്ലവേഴ്സ്, സോഷ്യൽ സയൻസ് ഈസ് ടു ഹ്യൂമാനിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് സൺഷൈൻ ഈസ് ടു ഫ്ലവേഴ്സ്, സോഷ്യൽ സയൻസ് ഈസ് ടു ഹ്യൂമാനിറ്റി. സ്ട്രോൺ അലോങ് ദ പാത്വേ ഓഫ് ലൈഫ്, the good that it does is inconceivable. എന്നാൽ ആ ഗവേഷണം പലപ്പോഴും പാഠപുസ്തകങ്ങളും ഗവേഷണ പ്രബന്ധങ്ങളും ആവർത്തിച്ച് പഠിക്കുന്ന, ചർവിത ചർവണം ചെയ്യുന്ന, ഗവേഷണ പ്രബന്ധങ്ങൾ എങ്ങനെങ്കിലും തട്ടിക്കൂട്ടുന്ന ഒരു വിരസമായ പ്രക്രിയയായി അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നുവോ എന്ന് വിദ്യാഭ്യാസ ധുരന്ധരന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ഒന്നുപോലെ സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. തൊഴിലിനോട് അനാദരവ്, പെറ്റ മണ്ണിൻ്റെ മക്കളോട് പുച്ഛവും നീരസവും മാത്രം കൈമുതലായുള്ള നാട്ടിൽ ദിവസിക്കുന്ന ഒരു പറ്റം കുട്ടിസായിപ്പന്മാരെ സൃഷ്ടിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമോ ഗവേഷണ സമ്പ്രദായമോ അല്ല പ്രത്യുത. മണ്ണിനെ സ്നേഹിക്കുന്ന, മണ്ണിൻ്റെ മക്കളെ സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി 4 കാര്യങ്ങൾ ചെയ്യണമെന്ന അദമ്യമായ അഭിവാഞ്ചയുള്ള, അഭിനിവേശമുള്ള, അതിനുവേണ്ടി ടീച്ചർ പറഞ്ഞ ലാംഡയും തീറ്റയും ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു തലമുറയാണ് കാലഘട്ടത്തിന് ആവശ്യം. അതായിരിക്കണം സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ ദിശ സൂചിക എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പ്രശസ്തമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ഉണ്ട്. ലോങ് ഇയേഴ്സ് അഗോ വി മേഡ് എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. And now the time comes to redeem our pledge, not wholly or in full measure, but very substantially എന്ന് പറഞ്ഞ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. അതിനെ ഒരു ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിറ്റ്യൂഷനായി മാറാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന നല്ലൊരു തലമുറയെ സൃഷ്ടിക്കുന്ന ഒരു ഗവേഷണ സമ്പ്രദായമാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. ഇന്ത്യ ഒരു സൂപ്പർ പവറാകാൻ കുതിക്കുന്ന ഇന്നത്തെ ആ കാലഘട്ടത്തിൽ അതിനനുസൃതമായി നമ്മുടെ ഗ്രാമാന്തരങ്ങളെ കരുപ്പിടിപ്പിക്കുന്ന ഒരു ഗവേഷണ സമ്പ്രദായമാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. ലെറ്റ് നോട്ട് ദ ലോക്കസ് ഓഫ് ഡെസ്പയർ ഡിസ്ട്രോയ് ദ ഹാർവസ്റ്റ് ഓഫ് ഇന്ത്യാസ് ഫ്രീഡം. ലെറ്റ് നോട്ട് ദ ലോക്കസ് ഓഫ് ഡെസ്പയർ ഡിസ്ട്രോയ് ദ ഹാർവസ്റ്റ് ഓഫ് ഇന്ത്യാസ് ഫ്രീഡം. എന്തായിരിക്കണം ഒരു സോഷ്യൽ സയൻസ് റിസർച്ചറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും എമ്പതി ആയിരിക്കണം. പുട്ട് യുവർ സെൽഫ് ഇൻ അനദർ പേഴ്സൺ ഷൂസ്. അന്യൻ്റെ വീക്ഷണകോണത്തിലൂടെ സ്വന്തം ജീവിതം കാണാനുള്ള കഴിവായിരിക്കണം ഒരു സോഷ്യൽ സയൻസ് റിസർച്ചറുടെ മുഖമുദ്ര. ആ പുഷ്പമേ, അധികതുംഗ പദത്തിലെത്ര ശോഭിച്ചിരുന്നു ഒരു രാജ്ഞി കടക്കേ നീ, ശ്രീഭൂവിൽ അസ്ഥിര അസംശയമാണ് നിന്റെ ആഭൂതിയങ്ങ് പുനരിങ്ങ് കിടപ്പിതോർത്താലെന്ന് കേൾക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും അശ്രുകണങ്ങൾ ഇറ്റി വീണം. അതാണ് എമ്പതി. തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ. ഇന്ന് ഭാഷയത് അപൂർണമിങ്ങഹോ വന്നുപോം പിഴയും അർത്ഥശങ്കിയാൽ എന്ന് ആശാൻ നളിനിയിൽ പറയുമ്പോൾ അതിൻ്റെ താത്വിക തലങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുവാൻ അവന് സാധിക്കണം. അതാണ് എമ്പതി. അതിതീഷ്ണ ശരങ്ങളെ ശ്രമം ക്ഷതമേലാം അരവിച്ചൊരന്മനം കുതികൊള്ളുക ലോകചക്രമേ നീ ഹതയാം സീതയെ ഇങ്ങ് തള്ളുക എന്ന് ചിന്താവിഷ്ടയായ സീത പറയുമ്പോൾ ആ സീതയുടെ മനസ്സിലെ സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുവാൻ അവന് സാധിക്കണം. അതാണ് എമ്പതി.
അന്തിക്ക് തിരിച്ചെത്തി മീൻപിടുത്തക്കാർ, ഹന്ത കൂട്ടത്തിൽ ഒരാളില്ല അവളുടെ കാന്തൻ. അന്തിക്ക് തിരിച്ചെത്തി മീൻപിടുത്തക്കാർ, ഹന്ത കൂട്ടത്തിൽ ഒരാളില്ല അവളുടെ കാന്തൻ എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാനുള്ള മനസ്സാക്ഷി അവനുണ്ടായിരിക്കണം. അതാണ് എമ്പതി. എങ്കിലേ സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ ആത്യന്തികമായ ലക്ഷ്യം നേടുകയുള്ളൂ. വിലയ്ക്ക് വാങ്ങാമെന്ന പ്രശസ്തമായൊരു നോവലുണ്ട്. അങ്ങകലെ ദൂരെ കിടക്കുന്ന പുരാതന നഗരമായ കൽക്കട്ടയെ മലയാളി തിരിച്ചറിഞ്ഞ മനോഹരമായൊരു നോവൽ വിലയ്ക്ക് വാങ്ങാം. നിങ്ങളിൽ പലരും അത് വായിച്ചിട്ടുണ്ടാകും എന്ന് എനിക്കറിയാം. എന്താണ് ആ നോവൽ മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ ഒരു ഗവേഷകന്റെ, ഒരു ഗവേഷണ വിദ്യാർത്ഥിയുടെ മനസ്സിൽ അവശേഷിക്കുന്നത്? ജീവിതത്തെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല, മരണത്തെ മാത്രമേ വിലയ്ക്ക് വാങ്ങാൻ കഴിയൂ. അങ്ങനെ ഒരുവൻ ചിന്തിക്കുന്നെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ അവൻ്റെ വിചാര തലങ്ങൾ എന്തെന്ന് ഉൾക്കൊള്ളുവാൻ ഒരു സോഷ്യൽ സയൻസ് റിസർച്ചർക്ക് സാധിക്കണം. അതാണ് എമ്പതി. അതോടൊപ്പം ആഴത്തിലും പരപ്പിലുമുള്ള വായനയില്ലാത്ത ഏതൊരു ഗവേഷണവും കേവലം പൊള്ളയായിരിക്കും. കഷ്ടകരമെന്ന് പറയട്ടെ, നമ്മുടെ വിദ്യാർത്ഥിനികൾക്കിടയിൽ, നമ്മുടെ യുവാക്കൾക്കിടയിൽ, യുവതികൾക്കിടയിൽ, പ്രായമായവർക്കിടയിൽ, എല്ലാവർക്കും ഇടയിൽ വായനാശീലം അനുദിനം കുറഞ്ഞു വരുന്നുവെന്നാണ് നിരവധി പഠനങ്ങൾ തെളിയിക്കുന്നത്. നമ്മുടെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ അമിതമായ കടന്നുകയറ്റവും ഇന്റർനെറ്റിന്റെ കടന്നുവരവും ഒക്കെ ഒരുപക്ഷെ ഇതിന് ഉത്തരവാദികളായിരിക്കും. അതേതായാലും ഒരു ആപൽക്കരമായൊരു പ്രവണതയാണ്. ബുക്സ് ആർ കിങ്സ് ട്രഷേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബുക്സ് ആർ കിങ്സ് ട്രഷേഴ്സ്. Treasures filled not with gold, silver or other precious stones, but with riches much more valuable than these. എന്താണ് ആ riches? Knowledge, noble thoughts, high ideals. ഇത് മൂന്നുമായിരിക്കട്ടെ സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ മുഖമുദ്രകൾ. നോളജ്, നോബിൾ തോട്ട്സ്, ഹൈ ഐഡിയൽസ് എന്ന് ഒരു നിമിഷം ആശിക്കുവാനും ആശംസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞാൻ ഈ അവസരം ഒന്ന് വിനിയോഗിച്ചുള്ള സുദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. അതിനുള്ളൊരു വേദിയല്ലെന്ന് എനിക്കറിയാം. ലോകത്തിലെ ഏറ്റവും മഹത്തായ ബൃഹത്തായ ജനാധിപത്യ രാജ്യമായ ഭാരതം, ആ നാടിൻ്റെ മക്കളാകാൻ, സന്തതികളാകാൻ അപൂർവ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. സ്വാതന്ത്ര്യത്തിൻ്റെ ഊഷ്മളവും സംശുദ്ധവുമായ വായു ശ്വസിക്കാൻ കഴിയതിൻ്റെ പിന്നിൽ, മനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന് കവി വിശേഷിപ്പിച്ച പാരതന്ത്ര്യത്തോട് വിട പറയുവാൻ കഴിയതിൻ്റെ പിന്നിൽ സേവനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ, അർപ്പണ മനോഭാവത്തിൻ്റെ ഉദാത്തമായ നിരവധി കഥകളുണ്ട്. പൊരുതി നേടിയെടുത്ത ആ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ എങ്ങനെ സാമ്പത്തികമായ, സാമൂഹികമായ സ്വാതന്ത്ര്യത്തിലേക്ക് കൂടി വഴിതെളിക്കാം എന്ന് ചിന്തിക്കുന്നതായിരിക്കണം സോഷ്യൽ സയൻസ് റിസർച്ച്. സാമ്പത്തികമായ, സാമൂഹികമായ സ്വാതന്ത്ര്യം, ഉച്ചനീചത്വങ്ങൾ ഉച്ചാടനം ചെയ്യേണ്ടിയിരിക്കുന്നു. ധനികനും ദരിദ്രനും തമ്മിലുള്ള അന്തരം കുറയ്ക്കേണ്ടിയിരിക്കുന്നു. മരിക്ക സാധാരണമോ വിശപ്പാൽ ദഹിക്കയോ നമ്മുടെ നാട്ടിൽ മാത്രം, ഐക്യക്ഷയത്താൽ അടിമ ശവങ്ങൾ അടിഞ്ഞുകൂടും ചുടുകാട്ടിൽ മാത്രം എന്ന വള്ളത്തോള് മാപ്പിൽ കുറിച്ചിട്ട വരികൾക്ക് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. അകത്തും പുറത്തുമുള്ള ഛിദ്രശക്തികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടേണ്ടിയിരിക്കുന്നു. സുഖാമൃതം സ്വൈരമശിച്ച് ദിവ്യ സൗധേരമിപ്പൂ മുതലാളി വീരൻ, അവന് വിൺതീർത്തവരോ വിശപ്പാൽ വല്ലേടവും വീട് മരിച്ചിടുന്നു. അതാണ് അവസ്ഥ. അതിനെങ്ങനെ മാറ്റം വരുത്താം? മേക്ക് എ ഫ്രോണ്ടൽ അസോൾട്ട് ഓൺ ദ സിറ്റാഡൽസ് ഓഫ് ദ പ്രോബ്ലംസ് ദാറ്റ് റൂറൽ ഇന്ത്യ ഫേസസ്, വിച്ച് ഈസ് സാഡ്ലി നിഗ്ലക്റ്റഡ്. അതായിരിക്കട്ടെ സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് ഞാൻ ആഗ്രഹിച്ചു. മാതാ അമൃതാനന്ദമയ്യുടെ പ്രശസ്തമായൊരു വചനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. In today's world, there are many who live in air-conditioned rooms, who need sleeping pills to sleep. Therefore, the challenge before us is to air-condition our minds. For that, the control of our mind must be firmly in our hands. ബാംഗ്ലൂരിലെ പോലുള്ള മഹാനഗരങ്ങളിൽ തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നവൻ ആരാണെന്ന് പോലും അറിയാതെ ജീവിക്കുന്നൊരു ജനതതി. കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങൾക്ക് വഴിമാറി കൊടുത്തപ്പോൾ അമ്മയും അച്ഛനും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം പോലും നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്നു.
മകൻ കമ്പ്യൂട്ടറിൽ എന്തോ കാട്ടിക്കൂട്ടുന്നു, അവൻ വലിയ കമ്പ്യൂട്ടർ എഞ്ചിനീയറായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് മാതാപിതാക്കൾ വിശ്വസിക്കുന്നു. ചതിക്കുഴിയിൽ നിന്നും ചതിക്കുഴിയിലേക്കും ലഹരിയിലേക്കും അവൻ വീടുകൊണ്ടിരിക്കുന്നു. ദഹമാം ധൂമധ്വജന് ആഹുതിക്കുള്ളോ രാജ്യം, ശീലത്തിൻ പിണ്ടക്രിയ കുതകം തിലോദകം, കാലനൂരിലേക്കുള്ള മോട്ടോറിൻ പെട്രോൾ തൈലം എന്ന കവി വിശേഷിപ്പിച്ച ലഹരി നമ്മുടെ യുവതലമുറയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം മാറ്റം വരുത്തണമെങ്കിൽ ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ കൂലം കുത്തി ഒഴുക്കിൽപ്പെട്ട് ദിശാബോധം നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിന് ആ ദിശാബോധം നൽകേണ്ടിയിരിക്കുന്നു. അതിന് ടെക്നോളജിക്ക് കഴിയില്ല, അതിന് ശാസ്ത്രത്തിന് കഴിയില്ല. ശാസ്ത്രം മാത്രം വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമല്ലത്. കാരണം മനുഷ്യനെ മനുഷ്യനാക്കുന്ന മഹാത്ഭുതമാണ് സോഷ്യൽ സയൻസ്. സയൻസ് ഈസ് ഒൺലി ഹ്യൂമൻ എൻക്വയറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സയൻസ് ഈസ് ഒൺലി ഹ്യൂമൻ എൻക്വയറി. Because it is a human inquiry, it can only give an answer that is somehow couched in human tones. എന്നാൽ സോഷ്യൽ സയൻസ് അതല്ല. He paints the wayside flower, he lights the evening star. ചന്തമേറിന പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കട്ടിയും. ആ കരതാരി എന്ന ചിത്രചാതുരിയാണ് സോഷ്യൽ സയൻസ്. ഹന്തചാരു കടക്ഷമാലകൾ അർക്കരശ്വികൾ വീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശ്വനെ വാഴ്ത്തുവിനെന്ന് കവി വിശേഷിപ്പിച്ചതുപോലെ മനുഷ്യരാശിയിലേക്ക്, മനുഷ്യകുലത്തിലേക്ക് മനുഷ്യത്വം ആവാഹിപ്പിക്കുന്ന മൃതസഞ്ജീവനി മന്ത്രമാണ് സോഷ്യൽ സയൻസ് റിസർച്ച്. അതുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യ സമരകാലത്ത് നാം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അമ്പ ഭാരതധാതൃ ഹൃത്തിനാൽ നെറുകയിൽ ചുംബനം ചെയ്തൂതുന്നു തൻ സ്വരം പതറവേ ജീവനന്ദിനി ചിരംജീവ നിൻ സ്വാതന്ത്ര്യ ഛാപവനജ്വാലാനാളമങ്ങോളം ജ്വലിക്കട്ടെ. മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യാധിഷ്ഠിതമായ ഒരു ഗവേഷണ സമ്പ്രദായത്തിന് ഈ കൊളോക്യം തുടക്കം കുറിക്കുമെങ്കിൽ കേരളോർവി ഭാരതാംബ SCMS പുളകിത ഗാത്രരായി തീരുമെന്നതിൽ സംശയലേശമില്ല. വേറെ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ എന്നാണ് ടാഗോർ പറഞ്ഞിരിക്കുന്നത്. എവിടെ നിർഭയമാകുന്നു മനസ്സം, ആൻഡ് the head held high, where knowledge is without barriers, where words come out from the depth of truth. Their words come out from the depth of truth. അതാണ് ഗാന്ധി അപ്പൂപ്പൻ, ആരിലും കനിവുള്ളവൻ, കുരുന്നു നുള്ളുവാൻ പോലും കൈവിറയ്ക്കും ദയാമയൻ. അധ്വാനിക്കാതെ സമ്പാദിക്കുന്ന ധനവും മനസ്സിന് പുഴുക്കുത്തേകുന്ന ആനന്ദവും മാനവസേവയിൽ അധിഷ്ഠിതമല്ലാത്ത മാധവസേവയും പൊള്ളയാണെന്ന് വിശ്വസിച്ചിരുന്ന ഗാന്ധിജിയുടെ പാതകളെ, കാൽ നഖേന്ദു മരീചികളെ പിന്തുടരുന്നൊരു ഗവേഷണ സമ്പ്രദായമാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. To that heaven of freedom, my father, let my country awake. ആ ഉണർത്തെണീപ്പായി, ആ ഉയർത്ത പാട്ടായി ഈ സോഷ്യൽ സയൻസ് കൊളോക്യത്തിന് കഴിയുവാൻ ഇടയാകുമാറാകട്ടെ എന്ന് ഞാൻ ഒരു വേള ആശിച്ചുകൊള്ളട്ടെ. ഒരു പുതുവർഷം പിറന്നിട്ട് 17 ദിവസങ്ങൾക്കിപ്പുറത്താണ് നമ്മൾ ഈ കൊളോക്യത്തിൽ പങ്കെടുക്കുന്നത്. ഓരോ പുതുവർഷവും പ്രത്യാശയുടെ പ്രതീകമാണ്. പ്രത്യാശ, മതീയൻ ആശേ നിന്നെ കൂടിയും വിഴുങ്ങുവാൻ ചതിയൻ ഒരാളുണ്ട് കാലമാം കാളസർപ്പം. അതിനതീതമായ പ്രത്യാശ, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഊർജമാണ്, കരുത്താണ് ഓരോ പുതുവർഷവും നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ദൈവസ്നേഹത്തിലൂടെ ആത്മീയ സാക്ഷാത്കാരവും മനുഷ്യ സ്നേഹത്തിലൂടെ ജീവിത സാക്ഷാത്കാരവും നേടാനുള്ള ഒരു അപൂർവമായ അസുലഭമായ മുഹൂർത്തം. ആ മുഹൂർത്തത്തിൽ നല്ല സോഷ്യൽ സയൻസ് റിസർച്ചേഴ്സിനെ വാർത്തെടുക്കുവാൻ ഈ കൊളോക്യത്തിന് കഴിയണം. ഏത് തരത്തിലുള്ളൊരു തലമുറയാണ് ഭാരതാംബ ആഗ്രഹിക്കുന്നത്? സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, നീതിയുടെ, ന്യായത്തിൻ്റെ ആകത്തുകയായൊരു തലമുറ. തെറ്റുകൾ വിളിച്ചു പറയുവാനും ശരിക്ക് വേണ്ടി ആത്മാഹുതി ചെയ്യുവാനും തയ്യാറെടുപ്പുള്ളൊരു തലമുറ. ലക്ഷ്യബോധമുള്ളൊരു തലമുറ. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നൂതന സ്വപ്നങ്ങളെ കീഴടക്കുമ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ 6.0 കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ മുഖമുദ്രകളിൽ 3 സസ്റ്റൈനബിലിറ്റിയും ടെക്നോളജിയും ഗ്ലോബൽ സിറ്റിസൺഷിപ്പുമാണ്. അതിൻ്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നൂതന സ്വപ്നങ്ങളെ കീഴടക്കുമ്പോഴും
പെറ്റ മണ്ണിനെ, പിറന്ന നാടിനെ, നാട്ടിലെ സാധാരണക്കാരുടെ മുഖത്തെ മറക്കാത്തൊരു തലമുറ. മാതൃഭാഷയ്ക്ക് ദാസ്യം നടത്തായെങ്കിൽ ആധിപത്യത്തിന് അനർഹർ നിങ്ങൾ, ഭക്തിയാ സ്വഭാഷതൻ കാൽക്കൽ കുനിയായെങ്കിൽ. അത്തല എങ്ങനെ പൊങ്ങി നിൽക്കും ബുദ്ധിമാന്മാരെ, സ്വഭാഷത്തറവാട്ടിൽ സ്വത്ത് വളർത്തുവാൻ യത്നം ചെയ്യുവിൻ. മണ്ണിൻ്റെ മക്കളെ സ്നേഹിക്കുന്ന മനസ്സുള്ള, മനസ്സാക്ഷിയുള്ള നല്ലൊരു ഗവേഷക തലമുറയാണ് നാം വാർത്തെടുക്കേണ്ടത്. സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കാം. വാട്ട് ഇന്ത്യ വാണ്ട്സ് ഈസ് മെൻ ആൻഡ് വിമൻ, നോട്ട് റോബോട്ട്സ്, with muscles of iron, nerves of steel, and gigantic wills, which nothing can resist, which can penetrate into the innermost secrets of life. So, arise, awake, and stop not till the goal is reached. Take up one idea, think of it, live it, breathe it. Let your muscles, brain, nerves, everything be full of that idea, and leave every other idea alone. That is the secret of success. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പ്രതിഭകളാണ്. ലുക്ക് അറ്റ് യങ് മെൻ ആൻഡ് വിമൻ ആസ് പാക്ഡ് ഗിഫ്റ്റ്സ് എന്നാണ് ശ്രീ രവിശങ്കർ പറഞ്ഞത്. പാക്ഡ് ഗിഫ്റ്റ്സ്. ഗോ ബിയോണ്ട് ദ റാപ്പർ. എവരി യങ് പേഴ്സൺ ഈസ് എ പ്രഷ്യസ് ഗിഫ്റ്റ്. Some boxes may be filled with firecrackers. ചിലതിൽ വെടിക്കോപ്പുകളായിരിക്കാം. Some boxes may be filled with candies. ചിലതിൽ മധുര പലഹാരങ്ങളായിരിക്കാം. But no box is empty. എല്ലാവരും പ്രതിഭകളാണ്. ആ പ്രതിഭയെ തേച്ച് മിനുക്കി കാന്തിയും മൂല്യവും വാച്ചിടുന്ന, വജ്രമാക്കി, വൈഡൂര്യമാക്കി, നല്ലൊരു ഗവേഷകനാക്കി മാറ്റുന്ന വേദിയാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ. അവ മനുഷ്യത്വത്തിൻ്റെ കൂടെ വേദികളാണ്, നെറ്റ്വർക്കിങ്ങിൻ്റെ കൂടെ വേദികളാണ്, മാനവികതയുടെ വേദികളാണ്, സമഭാവനയുടെയും സദ്ഭാവനയുടെയും വേദികളാണ്. അതുകൊണ്ട് I only hope and trust that in some faint dawn, in some dim eve, in some faint dawn, in some dim eve, പോണ്ടിച്ചേരിയിലെ ആശ്രമത്തിലെ അമ്മയുടെ വരികളാണ്. In some faint dawn, in some dim eve, like a gesture of light, like a dream of delight, let this colloquium attain its solemn objectives. ചെന്നപാരതയുടെ കൈകളിൽ പിടിക്കുവാൻ എന്ന പോൽ സമാന്തരം പായുന്ന പാളങ്ങളെ പുലരിക്കതിർ വന്ന് മുന്നമേ പരത്തുന്ന പുതിയ വെളിച്ചമീ ഞങ്ങളിൽ പകരുന്നു. ആ പ്രഭാപൂരം വാരി വിതറിക്കൊണ്ട് ഗഗനകൂടാരം തുറന്നു നീ നോക്കുക, ഒന്നകലെയെങ്ങാനും പ്രകാശമുണ്ടോ? ആ പ്രകാശത്തിൻ്റെ തിരുനാളങ്ങളും തീപ്പന്തങ്ങളും ഇന്നാട്ടിലെ സാധാരണക്കാരനായ ദരിദ്ര നാരായണനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഗവേഷണം നടത്തുന്ന നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ ഈ കൊളോക്യത്തിന് കഴിയുവാൻ ഇടയാകുമാറാകണമേ എന്ന ആർത്തത്രാണപരായണനായ ത്രിജഗന്യന്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നിൽ അർപ്പിതമായ കർത്തവ്യം നിർവഹിച്ചതായി വിനയത്തിൻ്റെ ഭാഷയിൽ ഈശ്വരനാമത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ Thank you, sir, your valuable words. Now, I invite Dr. Baiju